പാലക്കാട് ഒറ്റപ്പാലത്ത് പട്ടാപ്പകൽ വയോധികയുടെ മാല പൊട്ടിച്ചു. അഴിക്കലപ്പറമ്പിൽ 76-കാരിയുടെ മാലയാണ് റെയിൻകോട്ട് ധരിച്ച് നടന്നു വന്ന മോഷ്ടാവ് കവർന്നത്. വെള്ളിപ്പുലാക്കൽ രാധയുടെ 1.5 പവൻ തൂക്കം വരുന്ന മാലയാണ് പൊട്ടിച്ചത്. ഒറ്റപ്പാലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി അജിത് ബാബുവാണ് ചേരുന്നത്. അജിത്, എപ്പോഴാണ് ഈ ഒരു കവർച്ച നടന്നത്? എന്താണ് ഇക്കാര്യത്തിൽ ആ സ്ത്രീ പറയുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പഴയ ലക്കിടിയിൽ അംഗനവാടി ടീച്ചറായിട്ടുള്ള കൃഷ്ണകുമാരിയുടെ കഴുത്തിൽ നിന്ന് 3.5 പവന്റെ മാല മോഷ്ടിക്കാൻ ഒരു ശ്രമം നടക്കുകയും കുട്ടികളും ടീച്ചറും ബഹളം വെച്ചതിനെ തുടർന്ന് ഈ മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് 2:30 ഇത്തരത്തിൽ ഉച്ചയ്ക്ക് 2:30 ഈ ഇത്തരത്തിലൊരു വീണ്ടും ഒരു മോഷണ ശ്രമം ഒറ്റപ്പാലത്ത് നടക്കുന്നത്. പാലപ്പുറത്താണ് ഇത്തരത്തിൽ വയോധികയുടെ കഴുത്തിൽ നിന്നും മാല മോഷ്ടിച്ച് കടന്നു കളഞ്ഞത്. 1.5 പവന്റെ മാലയാണ് മോഷ്ടിച്ചത്. ഈ മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു. ഇതിന് ഇത്തരത്തിൽ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും പിടികൂടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ 2 മോഷണവും നടത്തിയത് ഒരാളാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. ഏതാണെങ്കിലും ഒരേ സമയം മണിക്കൂറുകളുടെ ഇടവേളയിൽ 2 മോഷണ ശ്രമങ്ങൾ നടന്നു എന്നുള്ളതാണ്. അതൊന്ന് മുഖത്ത് മുളക് കൂടി എറിഞ്ഞാണ് മോഷണം നടത്തിയെങ്കിൽ 2 റെയിൻകോട്ട് ധരിച്ചു വന്നാണ് രണ്ടാമത്തെ മോഷണം നടത്തിയത്. 2 ഒരാളാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഏതാണെങ്കിലും പോലീസ് ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി അജിത്, പാലക്കാട് ഒറ്റപ്പാലത്താണ് പട്ടാപ്പകൽ വയോധികയുടെ മാല പൊട്ടിച്ചെടുത്തത്. അഴിക്കലപ്പറമ്പിൽ 76-കാരിയുടെ മാലയാണ് റെയിൻകോട്ട് ധരിച്ച് നടന്നു വന്ന മോഷ്ടാവ് കവർന്നത്. ഇക്കാര്യത്തിൽ സ്ത്രീക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് കേൾക്കാം. ഞാനിത് വെയിൽ നടന്നപ്പോൾ വെയിൽ കണ്ടപ്പോൾ തോർത്തുകൊണ്ട് തലയിലിട്ടിട്ട് ഇങ്ങനെ വന്നു. ഞാൻ ആരും കണ്ടില്ല. വന്ന് ഇവിടെ ഇങ്ങനെ എത്തിയപ്പോഴേക്ക് അയാള് ഒരാളിങ്ങോട്ട് തലയിൽ കൂടെ കൊണ്ടിട്ടിട്ട ഇതിട്ടിട്ടാ വന്ന് റെയിൻകോട്ട് ഇട്ട്. അപ്പം ഇങ്ങനെ വലിച്ചിട്ട് ഓടി. ഞാനങ്ങനെ വീഴാൻ പോയി.